ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ നോക്കാൻ പോകുന്ന നെക്സ്റ്റ് ടോപ്പിക്കാണ് ഗെയിൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂൾസിൽ വരുന്ന കെയ്നീഷ്യൻ വ്യൂ ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന ടോപ്പിക്ക്. ഇൻ ഷാർപ്പ് കോൺട്രാസ്റ്റ് ടു ദ ക്ലാസിക്കൽ വ്യൂ, അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഷോർട്ട് റൺ aggregate supply curve is a horizontal straight line at levels of output below full employment and becomes vertical at the level of full employment or potential GDP as shown in figure. അതായത് കെയ്ൻസ് വ്യൂ ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് കെയ്ൻസ് ക്ലാസിക്കൽ വ്യൂസിന് എഗെയിൻസ്റ്റായിട്ട് പറയുന്നതാണ്. ഈ ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്. അതായത് അത് ഫ്ലാറ്റ് ആയിരിക്കും. ഈ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കും. എംപ്ലോയ്മെൻറ്റ് ലെവലിന് ബിലോ ആയിട്ട് ഔട്ട്പുട്ട് വരുന്ന ടൈമിൽ ഷോർട്ട് റൺ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അവിടെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ GDP വെർട്ടിക്കൽ ലൈനും ആയിരിക്കും എന്നാണ് കെയ്ൻസ് അസ്യൂം ചെയ്യുന്നത്. അവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട്. കെയ്ൻസ് അഗ്രിഗേറ്റ് സപ്ലൈ കർവാണത്. എഫക്റ്റ് ഓഫ് ഇൻക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഓൺ ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ലെവൽ. The Keynesian view of aggregate supply lies stress on the stickiness of money, wages, and failure on the part of workers to perceive the change in real wage correctly due to suffering from money illusion. As a result, labor market will not always be in that actual level of output, and employment is not completely determined by supply side factors that determine only full employment or potential GDP. അതായത് ഇവിടെ പറയുന്നത് മണി വേജ് തിക്നെസ്സിലും റിയൽ വേജിലും ഉണ്ടാകുന്ന മാറ്റത്തിനെ കുറിച്ച് വർക്കേഴ്സിനുണ്ടാകുന്ന ഫെയിലിയർ എന്തിന് കാരണമാവും? മണി ഇല്യൂഷൻ സഫർ ചെയ്യാൻ കാരണമാവും. അതിൻ്റെ ഭാഗമായിട്ട് ലേബർ മാർക്കറ്റ് ഫുൾ എംപ്ലോയ്മെൻറ്റിൽ എപ്പോഴും ഇക്വിലിബ്രിയത്തിലായിരിക്കില്ല എന്നാണ് കെയ്ൻസ് പറയുന്നത്. ആക്ച്വൽ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എംപ്ലോയ്മെൻറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് സപ്ലൈ സൈഡ് ഫാക്ടേഴ്സ് മാത്രമല്ല, ഫുൾ എംപ്ലോയ്മെൻറ്റിലും പൊട്ടൻഷ്യൽ GDPയിലും ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ദ ഫോളോവേഴ്സ് ഓഫ് കെയ്ൻസ് ഹു ആർ കാൾഡ് കെയ്നീഷ്യൻസ് mainly agreed with the Keynes view, but point out that in the short run, especially when the economy approaches close to full employment level, aggregate supply curve is gently upward sloping due to slight rise in wages and other input cost and becomes vertical at full employment level. Therefore, some Keynesians divide aggregate supply curve into 3 ranges. അതായത് കെയ്ൻസിൻ്റെ ഫോളോവേഴ്സിന് എന്താണ് പറയുക കെയ്നീഷ്യൻസ് എന്നല്ലേ പറയാം. അപ്പോൾ അവരും ഈ ഒരു കെയ്ൻസിൻ്റെ വ്യൂവിനോട് അഗ്രി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ ഷോർട്ട് റണ്ണിൽ വേറൊരു കാര്യം കൂടി പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്കോണമി എന്ന് പറയുന്നത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിനോട് എപ്പോഴും ക്ലോസ് ആയിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവ് ആയിരിക്കും. അതായത് വേജിലും ഇൻപുട്ട് കോസ്റ്റിലും ചെറിയൊരു വർധനവ് ഉണ്ടാകുന്ന സമയത്ത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. അതായത് വേജിലും ഇൻപുട്ട് കോസ്റ്റിലും ചെറിയ വർധനവ് ഉണ്ടാകുന്ന സമയത്ത് അത് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്താണ്? അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവൽ വെർട്ടിക്കലും ആയിരിക്കും. ഇനി അഗ്രിഗേറ്റ് സപ്ലൈ കർവിനെ കെയ്നീഷ്യൻസ് 3 റേഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നാണ് ദ കെയ്നീഷ്യൻ റേഞ്ച് വെൻ അഗ്രിഗേറ്റ് സപ്ലൈ കർവ് ഈസ് ക്വൈറ്റ് ഫ്ലാറ്റ്
2. The intermediate range when the aggregate supply curve is gently sloping upward. മൂന്നാമത്തതാണ് the classical range when the aggregate supply curve becomes a vertical straight line. അതായത് കെനീഷ്യ റേഞ്ചിൽ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്താണ്, ക്വയറ്റ് ഫ്ലാറ്റ് ആണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് വണ്ണാണ് ഇൻ്റർമീഡിയറ്റ് റേഞ്ച്, അതിൽ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്താണ്, അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ്. മൂന്നാമത്തെ ക്ലാസിക്കൽ റേഞ്ചിൽ അഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനുമായിരിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫാണ്. However, an important thing is that in Keynesian view, the level of aggregate demand is an important factor determining the level of output and employment. If the economy is working a less than full employment level, shift in the aggregate demand curve to the right as shown in figure in the horizontal portion will increase the level of national income and employment without bringing about rise in the price level. അതായത് ഇവിടെ പറയുന്നത് കെയ്ൻസിൻ്റെ വ്യൂവിൽ വരുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിന് താഴെയായിട്ട് ഒരു എക്കോണമി വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ലെവൽ ഓഫ് ഔട്ട്പുട്ടും എംപ്ലോയ്മെൻറ്റും ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്, ലെവൽ ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആണ് എന്നാണ് കെയ്ൻസ് പറയുന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യണം അവിടെ റൈറ്റ് സൈഡിലേക്ക്, ഈ ഒരു ഫിഗറിൽ കാണിക്കുന്നത്. അത് ഹൊറിസോണ്ടൽ പോർഷൻ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇൻക്രീസ് ദ ലെവൽ ഓഫ് നാഷണൽ ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ പോർഷനിൽ മെഷർ ചെയ്യുന്നത് എന്താണ്, റിയൽ നാഷണൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് പ്രൈസ് ലെവലും റൈസ് ചെയ്യാൻ കാരണമാവും. Further, in the intermediate range, that is in the slightly upward sloping part of short-run aggregate supply curve, increase in aggregate demand will cause large increase in national output with a small rise in price level. അതായത് ഇൻ്റർമീഡിയറ്റ് റേഞ്ചിൽ അപ്വേർഡ് സ്ലോപ്പിംഗ് ആണ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്നത്. അപ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നത് നാഷണൽ ഔട്ട്പുട്ടും പ്രൈസ് ലെവലും കൂടാൻ കാരണമാവും എന്നാണ് പറയുന്നത്. അതായത് ഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ GDP ലെവൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രൈസ് ലെവലും കൂടുമെന്നാണ് കെയ്ൻസ് പറയുന്നത്. പക്ഷേ അവിടെ ഔട്ട്പുട്ടും നാഷണൽ ഇൻകവും മാറ്റമില്ലാതെ ഉണ്ടാവും. However, at the employment or potential GDP level, increase in aggregate demand will cause rise in price level with national output remaining unchanged. അതായത് എന്താണ്, ഔട്ട്പുട്ടും നാഷണൽ ഇൻകവും മാറ്റമില്ലാതെ അവിടെ അൺചേഞ്ച്ഡ് ആണ് എന്നാണ് പറയുന്നത്. Thus, when aggregate demand curve shifts from AD2 to AD3, price level rises from P to P1. National output remains constant at YF level. അതായത് അഗ്രിഗേറ്റ് ഡിമാൻഡ് കർവ് AD2ന്ന് AD3 ആയിട്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. AD2ന്ന് AD3 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രൈസ് ലെവൽ എന്താണ്, Pന്ന് P1 ആയിട്ട് റൈസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നാഷണൽ ഔട്ട്പുട്ട് മാറ്റമില്ലാതെ തന്നെയാണ് അവിടെ കോൺസ്റ്റൻ്റ് ആണ്, അത് YF ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് പറയുമ്പോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ അതെന്താണ്, നാഷണൽ ഔട്ട്പുട്ടിലും പ്രൈസ് ലെവലിലും ചെറിയ മാറ്റമുണ്ടാവും എന്നാണ് അവിടെ പറയുന്നത്. എന്നാൽ ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ GDPയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് മാത്രമേ കൂടുന്നുള്ളൂ, നാഷണൽ ഔട്ട്പുട്ട് കൂടുന്നില്ല എന്നാണ് കെയ്ൻസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുവരെ നോക്കിയത്
കെയ്ൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഷെഡ്യൂൾസിൽ വരുന്ന കെയ്നീഷ്യൻ വ്യൂ ഓഫ് അഗ്രിഗേറ്റ് സപ്ലൈ കർവ് എന്ന ടോപ്പിക്കാണ്